പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ പ്രിയപ്പെട്ടവർ, ഒന്നാമത്തെ കാര്യം ഇതാണ്: നമ്മൾ യേശുവിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കണം, നമ്മൾ കുർബാനയോട് ചേർന്ന് നിൽക്കണം, നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. ഈ മൂന്ന് കാര്യത്തോട് നമ്മൾ ചേർന്ന് നിൽക്കണം. കുർബാനയോട്, വചനത്തോട്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉറപ്പായിട്ടും വരും. വലതുകരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. 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 അപ്പോൾ നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടുന്നത് കൂദാശകൾ വഴിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാലാണോ നയിക്കപ്പെടുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുണ്ടോ? ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം, ചാപ്റ്റർ 5 വേഴ്സ് 25. ഗലാത്യ 5:25. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5:25. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ഇംഗ്ലീഷിൽ ഇഫ് വി ലിവ് ഇൻ സ്പിരിറ്റ് ലെറ്റ് us ഓൾസോ വോക്ക് ഇൻ സ്പിരിറ്റ്. തമിഴിലാണെങ്കിൽ നമ്മൾ ആത്മാവിൽ ആണ് വാഴുവതെങ്കിൽ നമുക്ക് ആത്മാവിൽ നടക്കാം, നമ്മൾ തൂയാവിയിൽ വാഴുവതെങ്കിൽ നമുക്ക് തൂയാവിയാൽ നടക്കാം എന്നാണ്. എന്ന് വച്ചാൽ ഇംഗ്ലീഷിലും തമിഴിലും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വോക്ക് അല്ലെങ്കിൽ നടക്കാം എന്നതാണ്. നമ്മൾ ആത്മാവിലാണോ വ്യാപരിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ നടക്കാം. ചോദ്യം ഇതാണ്: ഞാൻ നടക്കുന്നത് പരിശുദ്ധാത്മാവിൽ ആണോ? ഹല്ലേലൂയ. വലതുകരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ. ആത്മാവിൽ വ്യാപരിക്കുകയാണെങ്കിൽ ആത്മാവിൽ നടക്കാം. ആത്മാവിൽ നടക്കുന്നൊരു വ്യക്തി, ഹല്ലേലൂയ. രണ്ട് രീതിയിലുള്ള നടത്തത്തെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. ഒന്ന് ആത്മാവിലുള്ള നടത്തം, രണ്ട് ജഡത്താലുള്ള നടത്തം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും, ഈശോ പറഞ്ഞു, നിങ്ങൾ വീണ്ടും ജനിക്കണം. നമ്മളെല്ലാവരും ജഡത്താൽ ജനിച്ചവരാണ്, എന്നാൽ വീണ്ടും ജനിക്കണമെന്ന് ഈശോ പറയുന്നത് ആത്മാവിനാൽ ജനിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പം നമുക്കറിയാം, ദേഷ്യം, കോപം, ജഡികാസക്തി, മദ്യാസക്തി, ലഹരി, അലസത, ഇതെല്ലാം ജഡത്തിൻ്റെതാണ്. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ആത്മസംയമനം, ക്ഷമ, ആനന്ദം, ഇതെല്ലാമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചിന്തിക്കണം, രണ്ട് രീതിയിലുള്ള ജനനമുണ്ട്. ഒന്ന് ജഡത്താൽ നമ്മൾ ജനിച്ചിട്ടുണ്ട്, ഇനി ആത്മാവിനാൽ നമ്മൾ ജനിക്കണം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയൂ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ഒരു വ്യക്തി ജനിച്ചാൽ, ഒരു വ്യക്തി ആത്മാവിനാൽ നയിക്കപ്പെടുകയാണെങ്കിൽ ആ വ്യക്തി ഉറപ്പായിട്ടും രക്ഷയിൽ എത്തും. ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒന്ന്, നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മൾ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? വചനം പറയുന്നു, പ്രിയപ്പെട്ടവരെ, യേശയ്യ 30-ാം അധ്യായം 20-21 വചനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. കർത്താവ് നിനക്ക് കഷ്ടതരപ്പവും ക്ലേശത്തിന്റെ ജനവും തന്നാലും നിന്റെ ഗുരു നിന്റെ കണ്ണുകൾ നിന്നിൽ മറഞ്ഞിരിക്കുകയില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്, ഇന്ന് നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ കേൾക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ ഏത് ഡിസിഷൻ എടുക്കുമ്പോഴും പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. We should listen the Holy Spirit. നമ്മൾ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കണം. വലതുകരം ഉയർത്തി സ്വരം ഉയർത്തി ഹല്ലേലൂയ. 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 വെറുതെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നില്ല, മറിച്ച് നമ്മൾ വിശുദ്ധിയോടെ നിന്നാലേ പരിശുദ്ധാത്മാവ് സംസാരിക്കൂ. പരിശുദ്ധാത്മാവ് പറയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം. വലതുകരം ഉയർത്തി പറയൂ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ.
യേശുവേ ആരാധന. ഹല്ലേലൂയ.